ടി വി പ്രസാദ്, ഈ ദൃശ്യങ്ങൾ ആദ്യം കേരളക്കര കാണുന്നത് റിപ്പോർട്ടർ ടി വിയിലൂടെയാണ്. നമ്മളാണ് ഈ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പപാളികളും കട്ടളപ്പാളികളും പൂജിച്ചു, സ്വകാര്യ പൂജയ്ക്ക് ഇവ ഉപയോഗിച്ചു എന്ന വാർത്ത ആദ്യം പുറം ലോകം അറിയുന്നത് നമ്മൾ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളിലൂടെയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് നമ്മൾ ജയറാമിനോട് സംസാരിക്കുമ്പോൾ ജയറാം അതിനെ വളരെ കാഷ്വലായിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ വന്നിരുന്നു, എനിക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, ശബരിമലയിൽ എത്തുമ്പോൾ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം സഹായങ്ങൾ ചെയ്തു തരാറുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ അന്ന് ജയറാം വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ന്യായം ഈ കൊണ്ടുപോകുന്ന വഴി വീട്ടിലൊന്ന് കൊണ്ടുവച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, സന്നിധാനത്തെ അല്ലേ എന്ന് കരുതി ഞാൻ സമ്മതിച്ചു എന്നാണ് ജയറാം പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അങ്ങനെയല്ല. അവിടെ കൃത്യമായി പൂജ നടന്നു എന്നുള്ളത് തന്നെയാണ്. ആ പൂജ നടക്കുന്ന സമയത്ത് ജയറാമിൻ്റെ ബന്ധുക്കളടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് അടുത്ത ബന്ധം തന്നെയാണ്. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് ലഭ്യമല്ല. ജയറാം പറയുന്ന അനുസരിച്ച് ദക്ഷിണ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇരുവരും തമ്മിൽ പല തവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ടി വി പ്രസാദ്, ഒരുപാട് ദുരൂഹതയുണ്ടോ ജയറാമിൻ്റെ ഈ ഇടപാടുകളിൽ? ഇത് ജയറാമിനെ മാത്രമല്ല, ജയറാമിനെ പോലെ നിരവധി ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശബരിമലയിലെ ചില സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആ ബന്ധം അവർ ഉപയോഗിച്ചു എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? ടി വി പ്രസാദ്. ഗുഡ് മോർണിംഗ് അരുൺ. അതിൽ കവിഞ്ഞൊരു ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാമും തമ്മിലുണ്ട് എന്നുള്ളതാണ് അരുൺ. ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയായിരുന്നു, പഴയ വീഡിയോ നോക്കുന്നു. യഥാർത്ഥത്തിൽ ആ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടന്ന തീയതി എന്ന് പറയുന്നത് 2019 ജൂൺ മാസം 15 അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് ദ്വാരപാല പാളികൾ ഇളക്കി കൊണ്ടുപോകുന്നതിന് മുമ്പാണ് അവിടെ ആ കട്ടിളപ്പടിയുടെ പൂജ നടന്നതായി വീഡിയോയിൽ കാണുന്നത്. പക്ഷേ അന്ന് പരിശോധിച്ചാൽ, അന്ന് ജയറാം സംസാരിച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എൻ്റെ വീട്ടിലന്ന് കട്ടിളപ്പടിയും ദ്വാരപാലകരെയും കൊണ്ട് പൂജിച്ചു എന്നാണ് ജയറാം പറയുന്നത്. അതിലൊരു പ്രശ്നവും ഉണ്ടായിരുന്നു. കാരണം 2019 ജൂൺ മാസം 15 പൂജ നടത്തിയത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം 2019 ജൂൺ മാസം 20 ജയറാം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ 2019 ജൂൺ മാസം 16 ഇതിന്റെ വാർത്തയും വന്നിട്ടുണ്ട്. അന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന പൂജയ്ക്ക് ശേഷം ഇന്ന് ജയിലിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി കൊത്ത് ജയറാം അന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ശബരിമലയിലെ ഒരു ഭക്തൻ, ഒരു സ്പോൺസർ എന്ന നിലയിൽ നേരത്തെയുള്ള പരിചയം വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഒരു 10 മിനിറ്റ് എൻ്റെ വീട്ടിൽ കയറ്റാമോ, അത് വലിയ അനുഗ്രഹമായി താൻ കാണുന്നു എന്ന് പറയുന്നതിനപ്പുറം അവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ വാർത്താ സമ്മേളനം നടത്താനും കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ സ്വർണം പൊതിയുന്ന പ്രവർത്തനം വിശദീകരിക്കാനും എന്ത് ബന്ധമാണ് സ്മാർട്ട് ക്രിയേഷൻസുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും നടൻ ജയറാമിനുണ്ട് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടിയാണ്. അതായത് ഈ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ദ്വാരപാലക ശില്പപാളികളും കട്ടളപ്പാളികളും പൂജിക്കുന്ന ദിവസവും സന്നിധാനത്ത് നിന്ന് അവ ഇളക്കുന്ന ദിവസവും തമ്മിൽ വ്യത്യാസമുണ്ട്. സന്നിധാനത്തിന് ഇളക്കുന്നതായി തീയതികളിൽ കാണുന്ന ദിവസത്തിന് മുൻപേ എങ്ങനെയാണ് ചെന്നൈയിൽ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി കട്ടളപ്പാളികൾ പൂജിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മാത്രമല്ല ജയറാമിന് ബന്ധമുള്ളത്, പകരം സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ഭണ്ഡാരിയുമായി ഈ ജയറാം ഒരുമിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്.